ഇനി ഈ ഭഗവത്ഗീത എത്ര പേര് കേട്ടിട്ടുണ്ട്? ഭഗവത്ഗീത അവിടെ ഉണ്ടായിരുന്ന, അതായത് ഇത് കുരുക്ഷേത്ര യുദ്ധത്തിലാണ്, യുദ്ധത്തിൻ്റെ സമയത്താണ് ഉപദേശിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഭഗവത്ഗീത കേട്ടതിൻ്റെ അകത്ത് അർജുനനുണ്ട്. പിന്നെ ആ യുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്ന ജനങ്ങളെല്ലാം ആ 45 മിനിറ്റ് ഭഗവാൻ അർജുനനും തമ്മിൽ സംസാരിച്ചത് കേട്ടിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് കേട്ടിരിക്കുന്നത് ഭഗവത്ഗീത? സഞ്ജയൻ കേട്ടിരിക്കുന്നു ഭഗവത്ഗീത. ഇനി സഞ്ജയൻ പറഞ്ഞ് ധൃതരാഷ്ട്രരും കേട്ടിരിക്കുന്നു ഭഗവത്ഗീത. നമുക്ക് ഈ 3 പേരെ നോക്കാം. അർജുനൻ ഭഗവത്ഗീത ശ്രവിച്ചതിന് ശേഷം അർജുനൻ ഭക്തിയോഗത്തിൽ, അല്ലെങ്കിൽ അർജുനൻ ഭഗവാന്റെ വാക്കുകൾ കേട്ട് അർജുനൻ ഒരു കർമ്മയോഗ ആ പ്ലാറ്റ്ഫോമിൽ വന്നു. അത് കഴിഞ്ഞ് അർജുനൻ യുദ്ധം ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ. ഇനി രണ്ടാമത് സഞ്ജയൻ്റെ കാര്യം. സഞ്ജയൻ വ്യാസദേവൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ആക്ച്വലി കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രർക്ക് ജന്മനാ അന്ധനായിരുന്നു എന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് കണ്ണില്ലാത്തതിനാൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ യുദ്ധ സ്ഥലത്ത് നടക്കുന്നത് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രർക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വ്യാസദേവൻ വന്നിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. വ്യാസദേവൻ ആരാണ്? ധൃതരാഷ്ട്രരുടെ പിതാവാണ് അല്ലേ. നമ്മൾ പറഞ്ഞു അതെങ്ങനെയാണ് ധൃതരാഷ്ട്ര പിതാവ് വ്യാസദേവനാണ്. ആക്ച്വലി വിചിത്രവീര്യൻ, ചിത്രാംഗദൻ, വിചിത്രവീര്യൻ ഇവർ രണ്ടുപേരുമാണ് സത്യവതിയുടെ മക്കൾ. അവർക്ക് മക്കളില്ലാത്തത് കാരണം വ്യാസദേവനാണ് അവർക്ക് പുത്രോത്പാദനം നടത്തിയത്. അതുകൊണ്ട് ധൃതരാഷ്ട്രരുടെയും വിദുരരുടെയും പാണ്ഡുവിൻ്റെയും അച്ഛൻ ആക്ച്വലി വ്യാസദേവനാണ്. അപ്പോൾ വ്യാസദേവൻ വന്നിട്ട് ഇതൊരു വലിയ മഹാവിപത്തായിട്ടുള്ള യുദ്ധമായി തീരും, വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അധർമ്മികളായിട്ടുള്ളവരെല്ലാം നശിച്ചു പോകും എന്നൊക്കെ മുൻകൂട്ടി വ്യാസദേവൻ ആരുടെ അടുത്ത് പറഞ്ഞിരുന്നു? ധൃതരാഷ്ട്രരുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ട് ധൃതരാഷ്ട്രരുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം കാണാൻ വേണ്ടിയിട്ടുള്ള കണ്ണ് ഞാൻ തരാം എന്ന് പറഞ്ഞിരുന്നു. അതായത് ജ്ഞാനദൃഷ്ടി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ധൃതരാഷ്ട്രർക്ക് ഭയവും സ്വന്തം പുത്രന്മാർ അധർമ്മികളാണെന്ന് ധൃതരാഷ്ട്രർക്ക് അറിയാം. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ അവർ മരിക്കുന്നത് കാണാനുള്ള ഒരു പേടിയും ഭയവും ഒക്കെ കാരണം ധൃതരാഷ്ട്രർ പറഞ്ഞു, ആ കാഴ്ച എനിക്ക് വേണ്ട, അത് അവിടുത്തെ ശിഷ്യനായ സഞ്ജയന് കൊടുത്താലും. സഞ്ജയൻ വന്നിട്ട് ധൃതരാഷ്ട്രർക്ക് ഈ ഗീത ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഞ്ജയൻ ഭക്തനാണ്, ഭഗവാനോട് ഭക്തനാണ്. അപ്പോൾ സഞ്ജയൻ ഏറ്റവും അവസാനം പറയുന്ന യസ്യ സംസ്മൃത്യ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകത്തിൽ പറയുന്ന, അതായത് ഞാൻ ഈ ഭഗവാനും അർജുനനും തമ്മിലുള്ള സംവാദം ശ്രവിച്ചതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും അത് ഓർത്തോർത്ത് എനിക്ക് ആനന്ദം വരുന്നു എന്ന് ഒക്കെ പറയുന്നുണ്ട് സഞ്ജയൻ. ഭഗവത്ഗീതയുടെ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മളത് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സഞ്ജയനും ആ മെസ്സേജ് കേട്ടിട്ട്, അല്ലെങ്കിൽ ആ ഗീതയുടെ സന്ദേശം കേട്ടിട്ട് അത് ഉൾക്കൊണ്ട് അദ്ദേഹത്തിനും ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഹൃദയത്തിന് പരിണാമം വന്നിരിക്കുന്നു എന്നാണ്. പക്ഷെ ആർക്കാണ് പരിണാമം വരാത്തത്? അത് ധൃതരാഷ്ട്രർക്കാണ്. കാരണം എന്താണ് എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇനി ഒരു സ്ഥലത്തേക്ക് പോകാം. അത് എവിടെയാണെന്ന് വെച്ചാൽ രാമായണത്തിൽ അരണ്യകാന്ഡം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അരണ്യകാന്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമചന്ദ്രമൂർത്തിയും സീതാമാതാവും ലക്ഷ്മണനും കൂടി വനത്തിലേക്ക് പോകുന്ന ഭാഗമാണ് അരണ്യകാന്ഡം എന്ന് പറയുന്നത്. അരണ്യകാന്ഡത്തിൽ ഒരു പാസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു ലീല പറയുന്നുണ്ട്. ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ ഒരു ദിവസം സീതാമാതാവും രാമചന്ദ്രമൂർത്തിയും കൂടെ കുടീരത്തിൽ ഇരിക്കുമ്പോൾ സീതാമാതാവും രാമചന്ദ്രമൂർത്തി, അരണ്യകാന്ഡം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. കാരണം വൃന്ദാവനത്തിൽ രാധാകൃഷ്ണന്മാരുടെ പാസ്റ്റ് ടൈംസ് നടക്കുന്നതിനോടാണ് രാമചന്ദ്രമൂർത്തിയും സീതാമാതാവും കൂടെയുള്ള വനത്തിലെ പാസ്റ്റ് ടൈംസ് അല്ലെങ്കിൽ വനത്തിലെ ലീലകൾ, അരണ്യകാന്ഡത്തിലെ ലീലകൾ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. കാരണം ശ്രീരാമചന്ദ്രമൂർത്തിയെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന എല്ലാ യോഗികൾക്കും അദ്ദേഹം സ്വന്തം കൺമുന്നിൽ കൂടി നടന്നു പോകുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രിയതമയായിട്ടുള്ള ലക്ഷ്മി ദേവിയായിട്ടുള്ള സീതാമാതാവും ലക്ഷ്മണനും കൂടെ ചേർന്ന് അവിടെ ആ ലീലകളെല്ലാം ആടുന്നതും സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ് അരണ്യകാന്ഡം എന്ന് പറയുന്നത്. ആ അരണ്യകാന്ഡത്തിൽ ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ വന്നിട്ട് ഒരു കാക്കയുടെ രൂപത്തിൽ വന്നിട്ട് ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതെന്തായത് ഭഗവാന്റെ ശക്തിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഭഗവാനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം കാക്കകളെന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ബേർഡ്സാണ്. അപ്പം ഭഗവാൻ എന്നെ തിരിച്ചറിയുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? ജയന്തൻ എന്ന് പറയുന്ന ഇന്ദ്രൻ്റെ മകൻ വരുന്നത്. ഇന്ദ്രൻ്റെ മകൻ, ഇപ്പോൾ നമ്മൾ ഭാഗവതത്തിൻ്റെ അകത്തൊരു ശ്ലോകമുണ്ട്, ഭഗവാനെ കിട്ടണം എന്നുണ്ടെങ്കിൽ
എന്ത് വേണം, എന്താണ് ഭഗവാനെ കിട്ടാനുള്ള ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള യോഗ്യത എന്ന് പറയുന്നതിന് ഒരു ശ്ലോകം പറയുന്നുണ്ട്. 7ാമത്തെ ക്യാൻറ്റോയിൽ പ്രഹ്ലാദ ചരിതത്തിൻ്റെ അകത്താണ് ആ ശ്ലോകം വരുന്നത്. പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമാധാനിപ്പിക്കാൻ വേണ്ടി നരസിംഹ അവതാരം വന്ന് കഴിഞ്ഞിട്ട് ഹിരണ്യകശിപുവിൻ്റെ വധമെല്ലാം കഴിഞ്ഞിട്ട് നരസിംഹമൂർത്തിനെ പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ശ്ലോകങ്ങളിൽ ഒരെണ്ണമാണ് മന്യേ ധന അഭിജന രൂപ തപശ്രുത ഔജ തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗാത് നാരാധനായേഹി പരസ്യ പുംസാം ഭക്ത്യാ തു തോഷ ഭഗവൻ ഗജയൂഥപായ. അതിൻ്റെ അകത്ത് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് പറയണമെന്നറിയാമോ? മന്യേ, എൻ്റെ അഭിപ്രായത്തിൽ, അതായത് പ്രഹ്ലാദ് മഹാരാജ് പറയണ എൻ്റെ അഭിപ്രായത്തിൽ, ധനം വെൽത്ത് അല്ലെങ്കിൽ ധനം, അഭിജനം അല്ലെങ്കിൽ ഫോളോവേഴ്സ്, രൂപം അതായത് നല്ല സൗന്ദര്യം, തപസ് അല്ലെങ്കിൽ ഓസ്റ്റെറിറ്റി എന്ന് പറയും, ശുചം വൃത്തി, തപ ശുച ഓജ തേജസ്, പ്രഭാവം അതായത് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്, ബുദ്ധി, ബലം, പൗരുഷം, ഇതൊന്നും ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ആകുന്നില്ല. പിന്നെ എന്താണ് എന്തുകൊണ്ടാണ് ഇതിൽ കൊണ്ടൊന്നും ഭഗവാനെ കിട്ടത്തില്ല. പിന്നെ എന്താണ് ഭഗവാനെ കിട്ടാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഭക്തിയാ തു തോഷ ഭഗവാൻ, ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ കിട്ടുകയുള്ളൂ. ഭക്തിയാ തു തോഷ ഭഗവാൻ ഗജയൂഥപായ. അതിൻ്റെ എക്സാമ്പിൾ ആരാണ്? ഗജേന്ദ്രനാണ്. ഗജേന്ദ്ര മോക്ഷത്തിലെ ഗജേന്ദ്രന് ഈ പറയുന്ന ക്വാളിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ആനിമലായിരുന്നു, ഒരു മൃഗമായിരുന്നു. എന്നിട്ടും ഗജേന്ദ്രൻ വിളിച്ചപ്പോൾ ഭഗവാൻ വന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയല്ല, പക്ഷേ ഭക്തിയാതു തോഷ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ, ജയന്തൻ എന്ന് പറയുന്ന ആ ഇന്ദ്രൻ്റെ മകൻ തൻ്റെ അഹങ്കാരം കൊണ്ട് ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് ഭഗവാനെ പരീക്ഷിക്കാൻ ഒരുമ്പെട്ടു. അപ്പോൾ എന്താണ് പരീക്ഷണം ചെയ്തതെന്നറിയാമോ? സീതാമാതാവിൻ്റെ കാൽക്കൽ, ചില ഗ്രന്ഥങ്ങളിൽ സീതാമാതാവിൻ്റെ നെഞ്ചിൽ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ചില ഗ്രന്ഥങ്ങളിൽ സീതാമാതാവിൻ്റെ കാൽക്കൽ, കാരണം രാമായണത്തിൽ പല വെർഷൻസും ഉള്ളതുകൊണ്ട് സീതാമാതാവിൻ്റെ കാൽക്കൽ വന്നിട്ട് കാലിൽ വന്നിരുന്നിട്ട് കാലിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സീതാമാതാവ് കാല് ബ്ലീഡ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും രാമചന്ദ്രമൂർത്തി വന്ന് രാമചന്ദ്രമൂർത്തിയുടെ ക്വിവറിൽ ഇഷ്ടം പോലെ ബലവത്തായ പല ശരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ രാമചന്ദ്രമൂർത്തി അതൊന്നും എടുത്തില്ല. ഒരു ഗ്രാസ് അല്ലെങ്കിൽ ഒരു പുൽനാമ്പ് പറിച്ചെടുത്തിട്ട് തൻ്റെ ചാപത്തിൽ വെച്ചിട്ട് എയ്ത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്ച്വലി അഭയം പ്രാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ജയന്തനെ പോലുള്ള ആൾക്കാർ, അതായത് അഹങ്കാരം കൊണ്ട് നമ്മൾ അഭയം പ്രാപിക്കുന്നത് എവിടെ തന്നെയാണ്? ചെയ്യേണ്ട സ്ഥലത്ത് തന്നെയാണ്. അതായത് നമ്മൾ കാൽക്കൽ, ആരുടെ കാൽക്കൽ? ഭഗവാന്റെ കാൽക്കലോ അല്ലെങ്കിൽ സീതാമാതാവിൻ്റെ കാൽക്കലോ തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം, അതായത് അവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. നമ്മളുടെ മൂഡ്, അതായത് അർജുനൻ ഭഗവത്ഗീത കേട്ട ആ ഒരു മൂഡും സഞ്ജയൻ കേട്ട മൂഡും ധൃതരാഷ്ട്രർ കേട്ട മൂഡും രണ്ടും വ്യത്യാസമായിരുന്നു. ധൃതരാഷ്ട്രർക്ക് അതിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കുട്ടികൾക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊരാകാംക്ഷ മാത്രം. അല്ലാണ്ട് ഭഗവാന്റെ സന്ദേശം കേട്ടിട്ട് മനപരിവർത്തനമൊന്നും അദ്ദേഹത്തിന് വന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ആ മെസ്സേജ് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് അതിന് എന്താണോ ലക്ഷ്യം വേണ്ടത് അത് നേടാൻ പറ്റിയില്ല. എഗെയിൻ പിന്നെയും അദ്ദേഹം ഭൗതിക ലോകത്തിൽ തന്നെ തിരിച്ച് യുധിഷ്ഠിരൻ്റെ കൊട്ടാരത്തിൽ ഒരു നായയെ പോലെ ജീവിച്ചിരിക്കുന്നു എന്നാണ് വിതുരർ പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മനപരിവർത്തനമൊന്നും വന്നില്ല. പക്ഷേ സഞ്ജയനും അർജുനനും മനപരിവർത്തനം വന്നു ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട്. അതേപോലെ തന്നെ നമ്മളും ഭഗവത്ഗീത കേൾക്കുന്നുണ്ട്. നമ്മൾക്കും ഭഗവത്ഗീതയിൽ മനപരിവർത്തനം വരണോ വേണ്ടയോ? ധൃതരാഷ്ട്രയെ പോലെ നമ്മൾ കേൾക്കണോ അതോ അർജുനനെയും സഞ്ജയനെയും പോലെ നമ്മൾ ഭഗവത്ഗീത കേൾക്കണോ എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. അതായത് ജയന്തനെ പോലെ സീതാമാതാവിൻ്റെ കാൽക്കൽ അഭയം തേടിയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ രാമചന്ദ്രമൂർത്തിയുടെ ദയ നമുക്ക് കിട്ടില്ല, രാമചന്ദ്രമൂർത്തിയുടെ കോപം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ഭഗവാന്റെ കരുണയ്ക്ക് പാത്രമാകണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ മൂഡിൽ വേണം നമ്മൾ ഭഗവത്ഗീത ശ്രവിക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഈ ഒരു മെസ്സേജാണ് ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ തരുന്നത്. നാളെ മുതൽ നമ്മൾ ആദ്യത്തെ ശ്ലോകം മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഹരേ കൃഷ്ണ.